ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നോമ്പുതുറയായിട്ട് ഇവിടെ സ്പെഷ്യലായിട്ട് പത്തിരിയും ബീഫ് കറിയും ഉണ്ടാക്കാൻ പോണത്. പക്ഷെ പത്തിരി ഉണ്ടാക്കണത് ഞാൻ കാണിക്കില്ല, എന്നാലും ബീഫ് കറി ഉണ്ടാക്കുന്നത് കാണിക്കാം. വളരെ സിമ്പിളായിട്ട് എങ്ങനെ പത്തിരിക്ക് യോജ്യമായ ബീഫ് കറി, അതാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി സിമ്പിളായിട്ട് കാണിച്ചു തരണം. ഇത് ഞാനിപ്പോൾ അടുത്ത് തുടങ്ങിയ ചാനലാണ്. അധികം നാളൊന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. കുക്കിങ്ങിൻ്റെ വീഡിയോ മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാം ഉൾപ്പെടും. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും വേണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ഇവിടെ 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അധികം മൂപ്പില്ലാത്ത ബീഫാണ്. കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായത് 3 സവാള ചെറുതായി അരിഞ്ഞതും, 1 തക്കാളി, 2 പച്ചമുളകും, മല്ലിയില, കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിനെന്തായാലും വേണം. അതും അതിനുശേഷം 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിലോട്ട് ബീഫ് ഇടുക. അതിനുശേഷം ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലോട്ട് ഇടണം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് പറഞ്ഞില്ലേ, സവാളയും തക്കാളിയും പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, ഇതെല്ലാം ഇവിടെ ഒരുമിച്ച് ഇതിലോട്ട് ഇടണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും സാദാ മുളക് പൊടിയും എല്ലാം അതും ഒരുമിച്ച് ചേർക്കുക. എന്നിട്ട് അജ്മീയുടെ മീറ്റ് മസാലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് 3 ടീസ്പൂൺ ചേർത്ത്, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും, ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് എല്ലാം നന്നായി ഒന്ന് മിക്സാക്കി ഈ പരുവാകും. ഈ പരുവത്തിൽ കിട്ടും. എന്നിട്ട് ഇത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 15 മിനിറ്റ് അടച്ച് വയ്ക്കണം. എന്നിട്ട് അത് റെസ്റ്റ് ചെയ്യട്ടെ. എന്നിട്ട് 15 മിനിറ്റിന് ശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ച് അതിലോട്ട് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച മസാലകൾ ചേർത്ത് ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് അടച്ച് വയ്ക്കുക. ഒരു 8 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. 8 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അത് ആവി പോയ ശേഷം മാത്രം തുറക്കുക. അപ്പോൾ കറി ഇങ്ങനെ സെറ്റായി കിട്ടുന്നതാണ്. ഇത് നമുക്ക് പത്തിരീൻ്റെ ഒപ്പം സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.